തിരിച്ചറിയണമെങ്കിൽ അതിനെക്കുറിച്ച് അടുത്തു നിന്ന് നമ്മൾ കണ്ടാൽ മാത്രമേ മനസ്സിലാകുകയുള്ളൂ. ഒരാൾ ഒരു പ്രായം ചെന്ന ആളും ഒരാൾ ഒരു പയ്യനുമാണ്. ചേട്ടാ, ഇന്നലെ നമ്മൾ ആ ലോഡ് കയറ്റിക്കൊണ്ടിരുന്ന സമയത്തില്ലേ, ഭീവണ്ടിയിൽ ആ ലോഡ് കയറ്റിക്കൊണ്ടിരുന്ന സമയത്ത് ആ കണ്ണൂരുള്ള 2 ഡ്രൈവർമാരില്ലേ, കണ്ണൂർ ഭാഗത്തുള്ള ഒരു KL54 വണ്ടി, എൻ്റെ പേരൊന്നും പറയുന്നില്ല. ആ ഡ്രൈവർമാർ തമ്മിൽ ജോഡിയല്ല. അതിലെ ഒരു കിളവനായിട്ടൊരു ഡ്രൈവറാണ്. ആ പുള്ളി ഒരു ചെറുപ്പക്കാരനും, അയാളെ ഇച്ചിരി ഒരു പാവം മനുഷ്യനാണെന്ന് തോന്നുന്നു. അയാളെ നമ്മൾ അയാളോട് ചോദിച്ചു, അതിനാ ചേട്ടാ അയാളെടുത്തപ്പം സൈഡ് പറയാനെന്ന് ചോദിച്ചേ. എനിക്ക് തോന്നിയത് ഞാനും ചേട്ടനും ചെന്നും ചോദിച്ചേ. അപ്പം ആ പുള്ളി മറുപടി പറഞ്ഞാൽ എന്നാന്നറിയോ, അയാൾക്ക് സൈഡൊന്നും പറഞ്ഞു കൊടുക്കണ്ട, അയാൾക്കെല്ലാം അറിയാം. അപ്പം ഇവർ തമ്മിൽ ഒരു കോമ്പിനേഷൻ ഇല്ല. അല്ല, അയാള് പറഞ്ഞത് ഞാൻ പറഞ്ഞ അയാൾ അനുസരിക്കില്ല, കൂട്ടാക്കില്ല. അതെ അതെ, നമ്മള് പറഞ്ഞ പറയാ. അയാളൊരു സൈഡിൽ പോയി മാറി നിൽക്കുന്ന കണ്ട. വല്ല ദേശത്തു നിന്നും വന്നേച്ച് ഈ പോയിട്ട് ഒരു ഒത്തൊരുമയില്ലാത്ത രീതിയിൽ പോകുന്നു കഴിയുമ്പോൾ അതിന് എന്തുവാ അല്ലേ, എന്ത് ബുദ്ധിമുട്ടാണ് അയാൾ അനുഭവിക്കുന്നത്. അയാൾ ഒരു 2 ആളും ജോലിയായിട്ട് പോയിട്ട് വരണം. അതെ അതെ അതെ, നല്ല ഒരു സുഖം ഉണ്ടാവില്ല പണിയെടുക്കാൻ. അതെ അതെ. അത് ഞാൻ ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് ആ പുള്ളി ആ വണ്ടി എടുത്തപ്പോൾ ഉണ്ടല്ലോ, ആ KL54 വണ്ടിയില്ലേ, ആ ഭീവണ്ടി വെച്ച് വണ്ടി എടുത്തപ്പോൾ അയാൾ ആ സ്റ്റെപ്പില്ലേ, ആ റിവേഴ്സ് എടുത്തപ്പോൾ ആ സ്റ്റെപ്പിന്റെ മണ്ടേ കൂടെ വണ്ടി കയറിയേ. എന്നാ മറ്റേ കൂട്ടത്തിലുള്ള പുള്ളി പറഞ്ഞു കൊടുക്കുമ്പോൾ അയാളത് കേൾക്കാനും തയ്യാറല്ല. എന്നിട്ട് അയാളൊരു എന്താ പറയുക, ഒറ്റയാനെ പോലെ മാറി നിൽക്കുന്ന ഒരു ഡ്രൈവിംഗ് സിസ്റ്റമാണ് പുള്ളി. എന്തോ ഒരു സംഭവം. അതെ അതെ അതെ. അയാളെന്ന് സത്യം പറഞ്ഞാൽ ഡബിൾ നാഷണൽ പെർമിറ്റ് ഫീൽഡിൽ അധികം ഓടാത്ത മനുഷ്യനാണെന്ന് തോന്നുന്നു.